മുൻപൊരിക്കൽ രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചോർ ഹെ എന്നൊരു പ്രയോഗം നടത്തിയായിരുന്നു. അപ്പോൾ അതിനെതിരെ BJP-ക്കാർ വലിയ വിമർശനങ്ങൾ നടത്തുകയും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കാരണം ഇന്ത്യൻ ഭരണാധികാരി ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയി എന്ന രീതിയിൽ സാമ്പത്തികമായിട്ടെല്ലാം മുന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതെല്ലാം ഇതിന് മുന്നേ ഉള്ള UPA സർക്കാരിന്റെ മൻമോഹൻ സിംഗിന്റെ ദീർഘവീക്ഷണപരമായ സാമ്പത്തിക നയങ്ങളുടെ കൂടെ ഫലമാണ് ഈ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കൃത്യമായ കണക്കുകളും പരിശോധിച്ച് നോക്കിയാൽ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് നേടിയതല്ല ഇന്ത്യ അല്ല. അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ മുൻപ് ചെയ്തവരുടെ ഫലമാണ് ഇതെന്ന് പറയേണ്ടത്. പക്ഷെ ഈ ചൗക്കിദാർ ചോർ ഹെ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോ രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട H ബോംബ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബീഹാറിലാണ്. നേരത്തെയും രാഹുൽ ഗാന്ധി ബീഹാറിലെ കുറെ കാര്യങ്ങൾ SIR-മായി ബന്ധപ്പെട്ട് ഈ BJP സർക്കാർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നായിരുന്നു ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇന്നിപ്പോ പുറത്തു വിട്ടിരിക്കുന്ന ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് രാജ്യം ശരിക്കും പറഞ്ഞാൽ ബാക്കിയെല്ലാം നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ജനാധിപത്യം ഇത്ര വിശാലമാക്കിയിരിക്കുന്നു. കാരണം ബ്രസീലിയൻ മോഡലിന് വരെ ഇന്ത്യയിൽ വോട്ടവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യം ആഗോളതലത്തിൽ വളർന്നിരിക്കുന്നു, പടർന്ന് പന്തലിച്ചു. അപ്പൊ ഈ BJP ഇന്ത്യക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ BJP ഇതുകൂടെ ചേർത്ത് പറയുമോ? കാരണം വിദേശ വനിതയുടെ പേരിൽ പോലും കള്ള വോട്ടുകൾ, ആ എണ്ണം കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ഹരിയാനയിൽ ഇപ്പോ 2 കോടി വോട്ടർമാരുള്ളതില് 25 ലക്ഷവും കള്ള വോട്ട് എന്ന് പറഞ്ഞാൽ, അതായത് 8 1 വോട്ട് കള്ള വോട്ട് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭീകരമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അധികാരത്തിലേറിയത് ശരിക്കും അവർ അർഹിക്കാത്തത് തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത്. നമുക്കറിയാം, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന 3ാമത്തെ വാർത്താ സമ്മേളനമാണ്. നേരത്തെ ആദ്യം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഇത് വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, വോട്ട് ചോരി എന്ന് പറയുന്ന വോട്ട് മോഷണം നടക്കുന്നുണ്ട്. അത് BJP-യും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്നുകൊണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ് അന്നാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനുശേഷം പിന്നീട് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെ വോട്ട് ചോരി നടത്താം എന്നുള്ളത് തെളിവ് സഹിതം അദ്ദേഹം കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ചില മണ്ഡലങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം അത് ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു തന്നു. ഇന്ന് 3ാമത്തെ, അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ഹൈഡ്രജൻ ബോംബ് വരാനുണ്ട്, അത് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ 1 മാസം കഴിയുമ്പോഴാണ് ഇന്ന് ഒരു H ഫയൽ എന്ന് പറയുന്നത്, ഹരിയാന ഫയൽസ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അത് അദ്ദേഹം പുറത്തു വിടുന്നത്. അതിനെ നമുക്ക് ആറ്റം ബോംബെന്നോ ഹൈഡ്രജൻ ബോംബെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും അത് ബോംബ് തന്നെയാണ്. കാരണം അത്തരത്തിൽ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അത് ഹരിയാനയിൽ കഴിഞ്ഞ വർഷം, ഏതാണ്ട് 1 വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ്. നമുക്കറിയാം, 2024 ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP സർക്കാരാണ് ഭരിക്കുന്നത്. ആ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ളൊരു ജനവികാരം അവിടെയുണ്ട്. ഒന്നാമത് അവിടുത്തെ ഈ കർഷക സമരം ആളിക്കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഹരിയാനയിൽ എന്ന് പറയുന്ന നല്ലൊരു ശതമാനം അവിടുത്തെ കർഷകരാണ്. അവിടുത്തെ ജനങ്ങൾ 90%-ലധികം കർഷകരാണ്. ഒപ്പം തന്നെ അവിടുത്തെ ഗുസ്തി താരങ്ങളുടെ ഒരു സമരം, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട് BJP-യുടെ ഒരു MP തങ്ങളെ പീഡിപ്പിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗുസ്തി താരങ്ങൾ, ഹരിയാനയിലാണല്ലോ ഗുസ്തി താരങ്ങളുടെ ഒരു ഇതെന്ന് പറയാം, കേന്ദ്ര എല്ലാവരും ഉള്ളത്, അവര് അവിടെ സമരം നടത്തുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങൾ, 10 വർഷമായിട്ടുള്ള സർക്കാരിനെതിരായിട്ടുള്ള വികാരം, ഇതെല്ലാം കൂടി ആളിക്കത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അത് അഭിപ്രായ സർവേകൾ മുതൽ ഇങ്ങോട്ട് എക്സിറ്റ് പോളുകൾ വരെ, എക്സിറ്റ് പോളൊക്കെ തന്നെ പറഞ്ഞാൽ BJP-യെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. കാരണം 3-2 ഭൂരിപക്ഷത്തോടെ 90 സീറ്റുകളാണ് അവിടെ ഹരിയാന അസംബ്ലിയിൽ ഉള്ളത്. അതിൽ 3-2 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ വരും, BJP അവിടെ തുടച്ചു നീക്കപ്പെടും എന്നാണ് എല്ലാ എക്സിറ്റ്, പ്രത്യേകിച്ചും ആക്സിസ് മൈ ഇന്ത്യ ടുഡേയുടെ, അതാണ് ഇതുവരെ നമുക്ക് ഏറ്റവും അധികം ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്നത് നമുക്ക് അതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അത് സർവേയുടെ വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെട്ടു, അത് വേറെ കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷെ അവർ പോലും 58-60 സീറ്റുകൾ വരെ കോൺഗ്രസിന് ലഭിക്കും. ഒപ്പം തന്നെ BJP-ക്ക് പരമ്പരാഗതമായിട്ട് അനുകൂലമായിട്ട് എക്സിറ്റ് പോളുകൾ നടത്തുന്ന സർവേകൾക്ക് പോലും ഇത്തരത്തിൽ കോൺഗ്രസ് അനുകൂലമായ ഒരു ഫലം പ്രഖ്യാപിക്കേണ്ടി വന്നു. അവരും ഈ പറയുന്ന പോലെ 60 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് വോട്ടെണ്ണൽ ദിനത്തിൽ രാവിലെ 8 മണിക്ക് ഇത് പൊട്ടിച്ചു. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. ആ നിമിഷം മുതൽ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുകയറ്റമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തപാൽ വോട്ടുകളിൽ ഏതാണ്ട് 17 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP-ക്ക് ഒരു ലീഡ് നില കിട്ടിയത്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് ആണ്
ഈ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴും കോൺഗ്രസ് കുതിച്ചുയരുകയാണ്. ഏതാണ്ട് ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ അടുത്തെത്തിയപ്പോഴേക്കും ഏതാണ്ട് 73 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. അന്നേരം നമുക്ക് ആ ടെലിവിഷൻ സ്ക്രീനിലെ ഗ്രാഫിക്സ് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. കോൺഗ്രസിന്റെ കോളത്തിൽ 73, BJPയുടെ കോളത്തിൽ 12 മാത്രമാണുള്ളത്. ബാക്കി 5 എന്ന് പറയുന്നത് മറ്റുള്ളവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം BJP അത്തരത്തിൽ വലിയ ദയനീയമായ ഒരു തോൽവിയിലേക്ക് പോകുന്നു എന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ അപ്പം വലിയ ആവശ്യത്തിലാണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുന്നു, കോൺഗ്രസ് ഒരു സംസ്ഥാനത്ത് BJP തകർത്തുകൊണ്ട് അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആകാംക്ഷയുടെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അവിടെ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായിട്ട് അവിടെ നിന്നും നേതാക്കന്മാര് ഹരിയാനയിലേക്ക് പോകാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമാനത്തിലേക്ക് പോകുന്നു, വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചു എന്ന് വരെയുള്ള വാർത്തകളൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. പൊടുന്നനെയാണ് അവിടെ നിന്നും കാര്യങ്ങൾ മാറി മറിയുന്നത്. എന്താ പറയുക, ഒരു അത്ഭുതം സംഭവിച്ച പോലെ, മിറക്കിൾ സംഭവിച്ച പോലെ ജനങ്ങളെയെല്ലാം ഇന്ത്യൻ രാഷ്ട്രത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പിന്നീട് ആ വോട്ടെണ്ണലിന്റെ അവസാനത്തെ ഒരു 1/2 മണിക്കൂർ കാര്യങ്ങൾ മാറി മറിയുകയാണ്. കോൺഗ്രസിന്റെ സീറ്റ് നില 73-ലും താഴേക്ക് വന്ന് കേവല ഭൂരിപക്ഷത്തിനും താഴെ എത്തി 37-ലേക്ക് എത്തുന്നു. BJP കേവല ഭൂരിപക്ഷം കൊടുത്ത് 45-ന് മുകളിലേക്ക് അവരുടെ സീറ്റ് നില എത്തുന്നു. അവര് അധികാരം ഉറപ്പിക്കുന്നു. അവസാനത്തെ ഈ വോട്ട് ശതമാനത്തിലേക്ക് വരുമ്പോൾ BJP 39.92% വോട്ടുകൾ നേടുന്നു. കോൺഗ്രസ് 39.67%. അതായത് 2 പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം 0.25% മാത്രമാണ് വോട്ടുകളുള്ള വ്യത്യാസം. എന്നാൽ ഈ 2.25% വോട്ടുകളുടെ വ്യത്യാസത്തിൽ കോൺഗ്രസിന് ആ ഭരണം നഷ്ടപ്പെടുന്നു. ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിന് ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 7-8 സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായി. അങ്ങനെ അന്ന് മുതൽ ഈ ഒരു ചോദ്യം വരികയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്, എന്ത് അട്ടിമറിയാണ് അവിടെ സംഭവിച്ചത് എന്നൊരു ചോദ്യം 1 വർഷമായിട്ട് ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ, ഇന്ത്യൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഈ വെളിപ്പെടുത്തൽ വന്നല്ലോ. ഇതിന് മുന്നേ 2 വാർത്താ സമ്മേളനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ BJP-കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ന്യായീകരണങ്ങളാണ്. ഈ അഡ്രസ്സിന്റെ കാര്യം വരുമ്പോൾ, അഡ്രസ്സ് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അവർ വരുന്നത് പാലത്തിന്റെ അടിയിൽ കിടക്കുന്നവരും വീടില്ലാത്തവർക്കും എല്ലാമാണ് 0 അഡ്രസ്സ് വെച്ച് കൊടുത്തത് എന്നവർ ന്യായീകരണം പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അങ്ങനെയാണെങ്കിൽ BJP-ക്ക് ഈ ഇന്ത്യയിലെ മുഴുവൻ അങ്ങ് കള്ളവോട്ട് ചെയ്തെങ്കിൽ മൊത്തം സീറ്റും അങ്ങ് പിടിക്കാമായിരുന്നില്ല. അതെന്തെങ്കിലും ന്യായമുണ്ടെന്ന് പറയുമ്പോൾ മൊത്തം സീറ്റ് BJP കരുതുന്നത് ഇപ്പൊ ഇവിടെ കിട്ടും നമുക്ക് എന്ന് കരുതുന്നു. ഇവിടെ കിട്ടില്ല എന്ന് തോന്നുന്നിടത്ത് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കി കള്ളവോട്ട് നേടി വിജയം ഉറപ്പിക്കുന്നു. പക്ഷേ മറ്റേ പ്രതീക്ഷിച്ചടുത്ത് എന്ത് പറ്റും, BJP-ക്ക് തിരിച്ചടി ലഭിക്കുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചേച്ചി പറഞ്ഞത്. ഈ മേൽവിലാസത്തിന്റെ കാര്യം നേരത്തെ 2 ഈ വാർത്താ സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി അത്തരം ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. അതായത് ഈ 0 എന്ന് പറയുന്ന മേൽവിലാസത്തില് 100, 500, 1000 പേരൊക്കെ വോട്ട് ചെയ്യുക. അതായത് വീട് കാണത്തില്ല, അവിടെ 0 എന്ന് പറയുന്ന മേൽവിലാസം ഉണ്ടാക്കിയിട്ട് അവിടെ 10, 100, 500, 1000 ഒക്കെ തന്നെ വോട്ടർമാരെ കള്ള വോട്ടിലെ പേരിൽ ഒക്കെ ചേർത്തുകൊണ്ട് അവർ ഇന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് അത് അങ്ങനെയൊന്നുമല്ല, അത്തരത്തിൽ കള്ളവോട്ടൊന്നുമല്ല, ഇത് വീടുകളില്ലാത്തവർക്ക് നൽകുന്ന അഡ്രസ്സിനാണ് 0 എന്ന് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ തെളിവുകളിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതിനെ കൂടി എന്താ പറയുക, അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ആ മറുപടി ഉണ്ടല്ലോ, അത് സത്യമല്ല, അതും പൊള്ളയാണ് തെളിയിക്കുന്ന തെളിവുകളാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരുന്നത്. കാരണം സ്ഥിര മേൽവിലാസമുള്ളവർ പോലും ഈ പറയുന്ന 0 എന്ന് പറയുന്ന മേൽവിലാസത്തിലെ വോട്ടർമാരിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ ഉപയോഗിച്ച് 2 ബൂത്തിൽ 220 വോട്ടുകൾ. നേരത്തെ പറഞ്ഞ പോലെ ബ്രസീലിലെ ഒരു മോഡല്, അവരുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് അവിടെ 22 ID കാർഡുകൾ ഉണ്ടാക്കുക, എന്നിട്ട് 2 ബൂത്തുകളിലായിട്ട് അവരുടെ പേരിൽ വോട്ട് ചെയ്യുക, എന്നിട്ട് വേറൊരു ഒരാളുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് 2 ബൂത്തുകളിലായിട്ട് 222 പേര് വോട്ട് ചെയ്യുക. അതേപോലെ 0 എന്ന് പറയുന്ന മേൽവിലാസത്തില് 1000 വോട്ടുകൾ, മറ്റൊരു മേൽവിലാസത്തിൽ ഏതാണ്ട് 500ഓളം വോട്ടുകൾ, ഒരു BJP നേതാവിന്റെ മേൽവിലാസം, അദ്ദേഹത്തിന്റെ വീട്ടു നമ്പർ 150 എങ്ങാണ്ടാണ്, ആ മേൽവിലാസത്തിൽ ഏതാണ്ട് 60-ലധികം വോട്ടുകൾ. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകളെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു. അത്തരത്തിലുള്ള BJP-ക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള, അതായത് കോൺഗ്രസിനും പോകും എന്നുള്ളതിനെ ഇവർ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. അതെ, കോൺഗ്രസിന് ലഭിക്കാവുന്ന വോട്ടുകൾ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്ന വോട്ടുകളാണ് ഈ പറയുന്ന 3 ലക്ഷത്തിൽ ഭൂരിഭാഗവും വോട്ടുകൾ ആ രീതിയിൽ അവര് ഇല്ലാതാക്കിയതാണ്. എന്നിട്ട് മറിച്ച് ഇവർക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ ലഭിക്കാനായിട്ട് ഇത്തരത്തിൽ ഒരു ബ്രസീലിലെ എന്താ പറയുക മോഡലിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട്, അല്ലാത്ത മറ്റൊരാളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് 100, 200 തരത്തിലുള്ള
ID കാർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇവർ ചോദിക്കുന്നത് ഇതൊക്കെ പിടിച്ചുകൂടെ എന്നാണ്. അതങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ഇതൊരു എന്താ പറയുക, ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കൃത്യമായ നിരീക്ഷണം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്താൽ മാത്രമല്ലേ ഇത് പിടിക്കപ്പെടുകയുള്ളൂ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ജനാധിപത്യ സ്ഥാപനത്തെ BJP അവരുടെ ഒരു ടൂളായി ഉപയോഗിക്കുകയാണ്. ഒരിക്കലും അവർക്ക് ഇത് പിടിക്കപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പൊ നമ്മൾ കോടതിയുടെ കാര്യം എടുത്താൽ പല കോടതി വിധികൾ, അതായത് BJPയുടെ RSSന്റെ അജണ്ടകൾ നടപ്പാക്കുന്ന രീതിയിലുള്ള പല കോടതി വിധികൾ വരുമ്പോഴും അത് വിധിച്ചവരും അത് കൈകാര്യം ചെയ്ത ന്യായാധിപന്മാർക്ക് പിന്നീട് കിട്ടിയ പദവികൾ എന്നത് നമുക്ക് കരുതി കൂട്ടിയുള്ള പ്രവർത്തികളാണ് എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് അതാണ്. വലിയ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഗൂഢാലോചന. ഇത് ഒരാൾ വിചാരിച്ചാൽ നടക്കത്തില്ല. BJP മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലേ നടക്കത്തില്ല. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു നെക്സസ് ആണ് നടക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണ സമയത്ത് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതൊന്നും ചെയ്യുന്നില്ല. നിരവധി ഒരാളുടെ പേരിൽ തന്നെ 10ഉം 200ഉം വോട്ടർ ID കാർഡ് ഉണ്ടാക്കിയിട്ട് ഇത് ഇവര് ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന സമയത്ത് ഇന്നടുത്ത് പോയി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 10, 200 എണ്ണം ഒക്കെ തന്നെ ഇവരുടെ ആൾക്കാർ കൊടുക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്നും അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ആളുകളെ BJPയുടെ ആൾക്കാരെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് അത്തരത്തിൽ ആൾക്കാരെ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഹരിയാനയിലെ വിഷയത്തിൽ ഈ ഫലപ്രഖ്യാപനത്തിന് 2 ദിവസം മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള BJP നേതാവ് അദ്ദേഹം പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം അതിന്റെ ക്ലിപ്പെടുത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും, അതിനുള്ള വ്യവസ്ഥ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ചോദിക്കുന്നത് ആ വ്യവസ്ഥ അദ്ദേഹത്തിന് മുൻകൂട്ടി അദ്ദേഹത്തിന് പറയാൻ കഴിയും ഒരു വ്യവസ്ഥയുണ്ടെന്ന്. എന്താണ് ആ വ്യവസ്ഥ? അപ്പോൾ ഇതാണ് ആ വ്യവസ്ഥ. ഒപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ BJPയുടെ നേതാവായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ, നമുക്കറിയാമല്ലോ, കേരളത്തിലെ തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇത് സമാനമായ രീതിയിലുള്ള വോട്ട് ചോരി ആരോപണമുണ്ടായി. അന്ന് ഈ പറയുന്ന പോലെ BJP ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും BJP പ്രവർത്തകരെ അവിടെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് തമ്പടിപ്പിച്ച് 6 മാസം മുമ്പ് താമസിപ്പിച്ച് അവർക്ക് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കൊടുത്ത് ഒരു വോട്ട് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് B. ഗോപാലകൃഷ്ണൻ പറയുന്നത്, ഞങ്ങൾക്ക് ജയിക്കാൻ ആഗ്രഹമുള്ളിടത്ത് ഞങ്ങൾ അങ്ങനെ പലതും ചെയ്യും, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കി അവിടെ താമസിപ്പിച്ച് 1 വർഷം താമസിപ്പിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യിക്കുമെന്ന് പറയുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അതും രാഹുൽ ഗാന്ധി നമ്മുടെ ദേശീയ തലത്തിൽ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലാണ് BJP കേരളത്തിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും തന്നെ എങ്ങനെയാണ് ഇവർ തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് അവരുടെ കാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ രീതി. ഇനിയിപ്പോൾ അവർ വിജയിക്കാൻ പോകുന്നതും ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു വാർത്താ സമ്മേളനം നടക്കുന്ന ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമായ ദിവസമാണ്. കാരണം നാളെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട പോളിംഗ് നടക്കുകയാണ്. 121 മണ്ഡലങ്ങൾ ജനവിധി എഴുതാൻ പോവുകയാണ്. അതിന് തൊട്ട് മുൻപാണ് രാഹുൽ ഗാന്ധി, അതിന് തലേ ദിവസമാണ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം, ഇത്തരത്തിലുള്ള കള്ളക്കളികൾ ചതികളൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ഭരണം പിടിച്ചെടുത്തത്. ഒരു സംസ്ഥാനത്തെ ഭരണം ഒന്നടങ്കം അവർ മോഷ്ടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ ഹരിയാനയിൽ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ വിജിലന്റ് ആയിട്ടിരിക്കണം എന്ന് ബീഹാറിലെ ജനങ്ങൾക്കും ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾക്കും പ്രവർത്തകർക്കും രാഹുൽ ഗാന്ധി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ അത് വിജിലന്റ് ആയിരിക്കണം. കാരണം വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി നടക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന പോലെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്, ഇതിന് തെളിവായിട്ടുള്ളതെന്ന് പറയുന്നത് CCTV ഫുട്ടേജുകളാണ്. ആ CCTV ഫുട്ടേജുകളൊക്കെ അവരെ ഈ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പരിമിതി പറഞ്ഞുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ചു കളയുകയാണ്. അപ്പോൾ ഇവരുടെ ഈ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് സാധൂകരണത്തിനുള്ള തെളിവുകളൊന്നും തന്നെ അവശേഷിപ്പിക്കാതെ, അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, വളരെ കാൽക്കുലേറ്റഡ് ആണ്, വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു അട്ടിമറിയാണ് ഇവിടെ നടക്കുന്നത്. തെളിവുകൾ പോലും ഇവർ ബാക്കി വെക്കുന്നില്ല. ഈ CCTV ദൃശ്യങ്ങൾ അങ്ങനെ നശിപ്പിക്കരുതെന്നാണ് കോടതി വിധിയുള്ളത്. അത് പരിഗണിക്കാതെ ഒരു 90 ദിവസമോ അല്ലെങ്കിൽ ഒരു 45 ദിവസമോ ഒരു പരിധി വെച്ച് ഇവർ സ്വയം വെച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ നശിപ്പിച്ചു കളഞ്ഞെന്ന് ഇവർ പറയുകയാണ്. ആ തെളിവുകൾ കൊടുക്കാനില്ല. അത്തരത്തിൽ തെളിവുകൾ എന്തിനെ നശിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഈ കള്ളക്കളികൾ മറച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. അത് ബീഹാറിലും ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി കൊടുക്കുന്നുണ്ട്. അത് ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, ബീഹാറിൽ വോട്ടറധികാർ യാത്ര രാഹുൽ ഗാന്ധി 1 മാസം മുൻപ് നടത്തിയിരുന്നു. അങ്ങനെ ജനങ്ങളെ അതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഒപ്പം ആണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി രാഹുൽ ഗാന്ധി നടത്തുന്നത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു വിഷയമാണ്. അത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ദേശീയ മാധ്യമങ്ങൾ എങ്ങനെ ഇതിനെ ചർച്ച ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം കേട്ടോ. കാരണം ദേശീയ മാധ്യമങ്ങൾ ഗോദി മീഡിയ ആയിട്ട് മാറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ അവർ എത്രത്തോളം പ്രാധാന്യം അതിന് കൊടുക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. എങ്കിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഒരുവിധം മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ്.
ഇതിന് ഇനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ എന്തൊക്കെയോ ന്യായങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് മാത്രം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നവരല്ല, മറ്റുള്ളവർ BJPക്ക് മാത്രം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, കോൺഗ്രസിന് അനുകൂലമായിട്ട് ഈ വോട്ടുകൾ വരാം, അല്ലെങ്കിൽ വോട്ട് ഇല്ലാതാക്കിയവരുടെ കാര്യവും സമാനമായ രീതിയിൽ കോൺഗ്രസിന്റെ മാത്രമായിരിക്കത്തില്ല, മറ്റു പാർട്ടികൾക്ക് പോകേണ്ട വോട്ടുകളൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ഒന്നിലധികം വോട്ടർ ഒരേ ആൾക്കാരുടെ പേരിലുള്ള വോട്ടർ ID ഒക്കെ അത് ആ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടത് നോക്കിയില്ല എന്നൊക്കെയുള്ള തൊടു ന്യായങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവുപോലെ ചോദിക്കുന്നുണ്ട്. അതൊന്നുമല്ല വേണ്ടത്. നമുക്കറിയാം, നേരത്തെ 2 വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഒരു മറുപടിയും കൃത്യമായ ഒരു മറുപടിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയും ആ രീതിയിൽ തന്നെയൊക്കെ അവർ കാണുക. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തൊക്കെ നടപടി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.